പെരുന്നാളിന് മുമ്പുള്ള നോമ്പിന്റെ ലാസ്റ്റത്തെ ഞായറാഴ്ച നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മൾ ബാംഗ്ലൂരിലെ ശിവാജി നഗറിലാണ് പോയത്. ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ റംസാന്റെ ഫുഡ് സ്ട്രീറ്റ് ഇതാന്ന് കേട്ടിട്ടാണ് നമ്മൾ പോയത്. ആടെ എത്തിയപ്പോൾ അതെനിക്ക് മനസ്സിലായി, ആടെ ഒന്ന് നടക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിട്ടില്ല. തിക്കിലും തിരക്കിലും പെട്ടെന്ന് എന്നെ കാണാണ്ടായി പോണ്ട് വെച്ചിട്ട് നമ്മൾ നേരെ ഷോപ്പിങ്ങിന്റെ സെക്ഷനിലേക്ക് പോയി. ശരിക്കും പറഞ്ഞാൽ എന്റെ കണ്ണിന് കുളിർമ കിട്ടുന്ന കാഴ്ച എല്ലാം ഈടെയാനു കായ്. അടുത്ത ലഹങ്കന്റെയും പാർട്ടി വെയർ ഡ്രസ്സിന്റെ കളക്ഷൻ കണ്ടിട്ട് ഒരു പരിപാടി ഇല്ലെങ്കിലും വെറുതെ ഒന്ന് വാങ്ങി വെച്ചാലോ എന്ന് വരെ തോന്നി. ആടെയും തിരക്കിന് ഒട്ടും കുറവില്ല. എല്ലാരും പെരുന്നാളിന്റെ വമ്പിച്ച ഷോപ്പിംഗ്. അത് കാണുമ്പോൾ അത് വേണം തോന്നും, ഇത് കാണുമ്പോൾ ഇത് വേണം തോന്നും. അങ്ങനെ എനിക്ക് എന്തെല്ലോ വാങ്ങാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല തിരക്കേനും അതുകൊണ്ട് നമ്മൾ മാക്സിന്റെ ഉള്ളിൽ എന്തായാലും പിന്നെ ഒരു ദിവസം വന്നിട്ട് ഇവിടുത്തെ സ്ട്രീറ്റിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഇപ്പൊ തിരക്കിൽ എന്തായാലും നടക്കൂലെന്ന് തോന്നിയോണ്ടാണ് നമ്മൾ മാക്സിൽ കയറിയത്. ഇനിയാണ് കോമഡി. ഞാൻ ആടെയുള്ളൊരു മന്തി ഷോപ്പ് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടേക്ക് നമ്മൾ പോകാൻ പോകുന്നതാണ്. ഈ തിരക്കിൽ എങ്ങനെയാണ് നമ്മൾ സ്കൂട്ടിയും കൊണ്ട് അങ്ങോട്ട് എത്തിയെന്ന് നമുക്കേ അറിയൂ ഗൈസ്. 1 മണിക്കൂർ എടുത്തിന് കറക്റ്റ് പറഞ്ഞു. ഹോൺ അടിച്ചാൽ പോലും ഒരാൾ മുന്നിൽ നിന്ന് മാറില്ല. പിന്നെ ആ തിരക്കിൽ സ്കൂട്ടി എടുത്ത് വന്ന ഞങ്ങളാണ് തെറ്റുകാരെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അൽ മന്നത്ത് ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു ഫേമസ് റെസ്റ്റോറന്റ് തപ്പി പിടിച്ചിട്ട് പോയതാണ്. അടുത്ത മെനു നോക്കുമ്പോൾ കുറേ സാധനമുണ്ട്, ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല. അവരെ പറഞ്ഞ കാര്യമില്ല, എല്ലാം തീർന്നിട്ടുണ്ടാവും. അമ്മാതിരി തിരക്കാണ്ടായിരുന്നു. നമ്മൾ അവിടെ കയറുന്നത് തന്നെ രാത്രി 1 മണിക്ക്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത മന്തി വന്ന് അണ്ടിപ്പരിപ്പും മുന്തിരിയും അങ്ങനെ എന്തെല്ലാം ഉള്ള ബിരിയാണി പോലത്തെ ഒരു മന്തി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മന്തി തിന്ന്. നിങ്ങൾ മുമ്പ് തിന്നിട്ടുണ്ടെങ്കിൽ പറയണേ, എനക്കെന്തായാലും തീരെ ഇഷ്ടമായിട്ടാ. അതും കഴിഞ്ഞ് സാവിക്ക് ഒരു ടോയ്സും വാങ്ങി നമ്മൾ നേരെ വീട്ടിലെത്തി. എന്നാ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ.